ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദാമിൻ്റെ ഹവ്വായുടെയും കഥയായിരുന്നു. അപ്പോൾ ഒരു ദിവസം യേശുക്ക് തോന്നി ഈ ഭൂമിയൊക്കെ സൃഷ്ടിക്കണ്ടേ, അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ ദൈവം ആദ്യമേ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നി ഇങ്ങനെ എല്ലാത്തിനും പേരിടാൻ ഒരാൾ വേണ്ടേന്ന്, പിന്നെ മനുഷ്യനൊക്കെ സൃഷ്ടിക്കണ്ടേന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം ആദാം എന്ന് പറഞ്ഞ ഒരാളെ സൃഷ്ടിച്ചു. അപ്പോൾ അവന് അവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും പേര് നൽകി. അപ്പോൾ ഒരു ദിവസം ദൈവത്തിന് തോന്നി അവനൊരു കൂട്ടായിട്ടൊരാൾ വേണ്ടേന്ന്. അപ്പോൾ ദൈവം അവന് കൂട്ടായിട്ടൊരു അവൻ്റെ വാരിയിലെടുത്ത്, അവൻ രാത്രി കിടക്കുമ്പോൾ അവൻ്റെ വാരിയിലെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. അപ്പോൾ അവൻ എണീച്ചപ്പോൾ അവൻ അവൾക്ക് പേരിട്ട് ഹവ്വ എന്ന് പേരിട്ടു. അപ്പോൾ ഒരു ദിവസം ഹവ്വായും ആദാമും നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആദാം വേറെ വഴിക്ക് പോയി ഒരു ഫ്രൂട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഹവ്വായും വേറെ വഴിക്ക് പോയി. ആ സമയം ഹവ്വ ഒരു ഫ്രൂട്ട് എടുക്കി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പിശാച് വന്നു, പാമ്പിൻ്റെ രൂപത്തിൽ. പിശാച് വന്ന്, നീ ആ മരത്തിലെ പഴം കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ട് ആ മരത്തിലെ പഴം കഴിക്കരുതെന്ന്. അപ്പോൾ പറഞ്ഞ്, അത് കഴിച്ചാൽ നിനക്ക് പാപവും നല്ലതും അറിയാൻ പറ്റുമെന്ന്. അങ്ങനെ ആ പിശാച് അവനിങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നിപ്പിച്ചു. ലാസ്റ്റ് അവൻ അതെടുത്ത് കഴിച്ചപ്പോൾ ഇച്ചിരി ഞാൻ കഴിഞ്ഞപ്പോൾ ആദാമിനെ വിളിച്ചിട്ട് അത് കൊടുത്തു. അപ്പോൾ രണ്ടുപേരും പാപം ചെയ്തു. ദൈവം പറഞ്ഞു അത് കഴിക്കില്ലെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും അത് കഴിച്ചു. അപ്പോൾ അവർ പാപം ചെയ്തു. അപ്പോൾ ദൈവം അവരവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് തോന്നി, അയ്യോ ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ അവിടെ ഇല വെച്ച ഡ്രസ്സ് ഉണ്ടാക്കി. അത് കഴിഞ്ഞു അവർ മരത്തിൻ്റെ ഒരു അടിയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ദൈവം വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ ഹവ്വായോട് ആദമിനോട് ചോദിച്ചു, നീ എന്തിനാ അവിടുത്തെ പഴം കഴിച്ചേന്ന്? അപ്പോൾ പറഞ്ഞു, ഹവ്വ എന്നോട് പറഞ്ഞു. അപ്പോൾ ഹവ്വായോട് ചോദിച്ചു, നീ എന്തിനാ അവിടുത്തെ പഴം എടുത്തേന്ന്? അപ്പോൾ പറഞ്ഞു, പാമ്പ് എന്നോട് പറഞ്ഞിട്ടാണ് എടുത്തേന്ന്. അപ്പോൾ ആദാമിനോട് പറഞ്ഞു, നീ ഹവ്വ പറയണതാ കേൾക്കുന്നേന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ദൈവം അവരെ അവിടുന്ന് പുറത്താക്കി.